വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്കാൻഡിനേവിയൻ നാടുകൾ, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് പോലെയുള്ള നാടുകൾ. അവർ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മേലെയാണ്, ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നാടുകളാണ്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുണ്ട്. അവിടെ സുലഭമായി മദ്യം കിട്ടും. കാശിട്ടാൽ മദ്യം സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന വെൻഡിങ് മെഷീനുകളുണ്ട്. അവിടെ മാതാപിതാക്കൾ ഒരു നിലക്കും മക്കളോടൊപ്പം ജീവിക്കാൻ ഭാഗ്യമില്ലാത്തവരാണ്. സ്വന്തം മകനോ മകൾക്കോ 8, 9, 10 വയസ്സായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനങ്ങളിലിടുന്നു. അവരുടെ ആദർശം 2 കുടുംബം ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാൻ കഴിയില്ല എന്നാണ്. എന്നിട്ട് ഇതുപോലെയുള്ള പരിപാടികളും പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ വൃദ്ധസദന നടത്തിപ്പുകാർ ഈ സാധു മനുഷ്യരെ മൊത്തം ആ പരിപാടികളിലേക്ക് കൊണ്ടുവരും അത്രേ. അവിടെ പോയി പ്രസംഗിക്കാൻ പോയപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയ ഗോപിനാഥ് മുതുക്കാട് എന്ന് പറയുന്ന നമ്മുടെ ജില്ലക്കാരനാവുന്ന മേജിക്കാരൻ ഒരു പ്രസംഗത്തിൽ പറയണതാണ്. അയാൾ അങ്ങോട്ടൊരു യാത്ര പോയി ഒരു പ്രസംഗം നടക്കുന്നിടത്ത് ഇതുപോലെ 2 ആക്കി വെച്ചിരിക്കുന്നു ആളുകളെ. ഒരു വിഭാഗം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ വന്നവർ, അവരെക്കാൾ കൂടുതൽ ആളുകൾ തൊട്ടപ്പുറത്ത് വീൽ ചെയറിലും ഓട്ടിസം ബാധിച്ചവരും ആൾഷിമേഴ്സ് പിടിച്ചവരും ശരീരത്തിൽ ആസകലം വ്രണമുള്ളവരും കേൾവിയില്ലാത്തവരും കാഴ്ചയില്ലാത്തവരൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിനൊരു കൗതുകം തോന്നി. നമുക്കൊക്കെ തോന്നുമല്ലോ. നമ്മൾ ഈ വേദിയിലേക്ക് വരുമ്പോൾ ഒരു നേരം മൊത്തം വയത് കേൾക്കാൻ വന്നവരും മറുഭാഗത്ത് മൊത്തം ഞാനീ പറഞ്ഞ വിധത്തിൽ ഒരു സ്വാധീനവും ഇല്ലാതെ വീൽ ചെയറിൽ ജീവിക്കുന്നവരും കാണുമ്പോൾ അത് 1, 2, 3, 4 ഒന്നുമല്ല. ശരിയാമണ്ണം പ്രഭാഷണം കേൾക്കാൻ വന്ന ആളുകളേക്കാൾ കൂടുതൽ ഓട്ടിസക്കാർ, ആൾഷിമേഴ്സുകാർ. അദ്ദേഹം സംഘാടകരോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞു അത്ര ഞങ്ങളുടെ നാട്ടിലുള്ളൊരു കൺസെപ്റ്റ് 2 കുടുംബം ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാൻ പറ്റൂല എന്നാണ്. അപ്പോൾ സ്വന്തം മകന് 8, 9, 10 വയസ്സാകുമ്പോഴേക്ക് അമ്മനെയും അച്ഛനെയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കും. നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ മുസ്ലിം സമൂഹത്തിൽ പല ജാതി തോന്നിവാസങ്ങളൊക്കെ പലരുടെ പേരിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടെങ്കിലും വൃദ്ധസദനത്തിൽ നന്നേ കുറവ് ആളുകളാണ് ഇപ്പോഴും ഉള്ളത്. തവനൂർ വൃദ്ധസദനം അടക്കം. കല്യാണത്തിന് താല്പര്യമില്ല, ഞങ്ങൾ ലിവിങ് ടുഗദർ നടത്തും, ഇഷ്ടമുള്ളവനോടൊപ്പം ഇഷ്ടമുള്ള കാലം ജീവിക്കും, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കും എന്ന സംസ്കാരം ജീവിതത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ട യൂറോപ്പിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ലണ്ടനിലേക്ക് ശ്രദ്ധിക്കണം. ലണ്ടനിലെ പുതിയ അമ്മമാരിൽ 30% ആളുകൾക്കും സ്വന്തം മക്കളുടെ അച്ഛൻ ആരാന്നറിയില്ല എന്നതാണ് കണക്ക്. 100 അമ്മമാരെടുത്ത് പരിശോധിച്ചാൽ 30 ആൾക്കും ആ കുട്ടിയുടെ തന്ത ആരാന്നറിയില്ല. അമേരിക്കയിൽ വ്യാപകമായ രീതിയിൽ വിവാഹപൂർവ്വ പ്രസവങ്ങൾ നടക്കുന്നു. 7ാം ക്ലാസ്സുകാരെയും 8ാം ക്ലാസ്സുകാരെയും പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ ജനസംഖ്യയിൽ 4,80,00,000 ജാരസന്താനങ്ങളുണ്ടെന്നാണ്. 4,80,00,000 തന്താരാന്നറിയാത്ത കുട്ടികളുണ്ട്. ലിവിങ് ടുഗദറല്ലേ, തോന്നിയവനോടൊപ്പം ജീവിക്കല്ലേ, തോന്നിയ കാലം. അത് കഴിഞ്ഞ് എപ്പോഴും വേണമെങ്കിലും അവർ 2 പേരും ഒരു ബാധ്യതയും ഒരു ബന്ധവുമില്ലാതെ പരസ്പരം യാതൊരുവിധ സഹകരണവുമില്ലാതെ തെറ്റിപ്പിരിഞ്ഞ് പോവുകയാണ്. അതിനിടയ്ക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ തന്നെ പലരുമായി സെക്സ് നടത്തിക്കൊണ്ട് അവരുടെ ജീവിതം ആഘോഷിക്കുമ്പോൾ ഇത് ആരുടേതാണെന്ന് തിരിച്ചറിയാത്ത വലിയൊരു പരിമിതി. 30% ആളുകൾക്ക് കുട്ടിയുടെ അച്ഛൻ ആരാന്നറിയില്ല. അമേരിക്കയിൽ 4,80,00,000-ലേറെ ജാരസന്താനങ്ങൾ. ഈ തന്തയില്ലാത്ത കുട്ടികൾ സൃഷ്ടിക്കുന്ന സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പ്രശ്നങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ചൂടപ്പം പോലെ അവിടെ വിറ്റുപോകുന്നു. ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലറായി വിറ്റുപോയൊരു പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക. പുസ്തകത്തിൻ്റെ പേരെന്നെ തന്തല്ലാത്ത അമേരിക്ക എന്നാണ്. ഫാദർലെസ് അമേരിക്ക. ലിബറലിസം രൂപപ്പെട്ട ഫ്രഞ്ച് വിപ്ലവം നടന്ന ഫ്രാൻസിൽ 98% സ്ത്രീകളും ഏതെങ്കിലും രീതിയിലുള്ള സെക്സ്വൽ ഹറാസ്മെൻറ്റിന് വിധേയരാണ്. ഏതെങ്കിലും രീതിയിലുള്ള തോണ്ടലും പിടിക്കലും കിസ് ചെയ്യലും ഹഗ് ചെയ്യലും
വ്യഭിചാരവും ബലാത്സംഗവും ചില്ലറൊന്നുമല്ല, ഏകദേശം എല്ലാ സ്ത്രീകളും. ഈ 99%, 98% എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആളാണ് പിന്നെ കുറവുള്ളത്. അവർ തീരെ പുറത്തൊക്കെ ഇറങ്ങാതെ വല്ല വൃദ്ധരായിട്ട് രോഗികളായി കിടക്കുന്നവരായിരിക്കും. പിന്നെ ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധവും ജീവിതവും ഗേ എന്നാണ് പറയാം. പെണ്ണുങ്ങളും തമ്മിലുള്ള ലൈംഗിക ജീവിതവും അങ്ങനെ അവർ ഇണകളായി നടക്കലും ലെസ്ബിയൻ എന്നാണ് അതിന് പറയാം. പണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അമേരിക്കയിൽ പോയപ്പോൾ ഒരു ഡോക്ടർ പ്രൊഫസർ ദമ്പതന്മാരെ കണ്ടത് അദ്ദേഹം കൗതുകത്തിൽ എഴുതിയത്. ഒരു 50 വർഷം മുന്നേ അയാൾ പോയപ്പോഴൊരു അനുഭവം. ആണും ഒന്നിച്ച് ജീവിക്കുന്നത് കണ്ട കൗതുകം. ഇന്ന് നമ്മുടെ കേരളത്തിൽ എത്ര ജോഡിയുണ്ട്? പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നതിൻ്റെ ഐക്കണായിട്ട് ഉയർത്തപ്പെടുന്നത് 2 മുസ്ലിം പെൺകുട്ടികളെയാണ്. വ്യത്യസ്ത മതക്കാരിൽ അത്തരം ലെസ്ബിയനുകളുണ്ട്. അവരൊക്കെ പല രംഗത്തും ശ്രദ്ധേയരുമാണ്. പക്ഷേ ഈ സംഭവത്തിൻ്റെ ആകെ മൊത്തം ഐഡൻറ്റിറ്റിയായി ഐക്കണായി ഉയർത്തിക്കാട്ടുന്നത് 2 മുസ്ലിം പെൺകുട്ടികളെയാണ്. അവർ +2 വരെ സൗദിയിൽ പഠിച്ചവരാണ്. എന്തുകൊണ്ടൊരു മുസ്ലിം പെൺകുട്ടി? ഇവരുടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വ്ളോഗർമാർ കാത്തുകെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാ വ്ളോഗർമാരുടെ മുന്നിൽ വന്നിട്ട് അർദ്ധനഗ്നകളായിട്ട് മാതാവിനെയും പിതാവിനെയും ഭത്സിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഈ കുട്ടികൾ ജീവിക്കണം. മാതാവിനെയും പിതാവിനെയും വൃത്തികെട്ട രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. നൊന്തുപറ്റ ഉമ്മ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം തടഞ്ഞ ഭീകരിയാണ്. എന്തുകൊണ്ട് ഇവർ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു? അവരെക്കുറിച്ച് എഴുതുന്നത് പോലും ആണില്ലാതെ മനോഹരമായി ജീവിക്കാമെന്ന് ഇന്ത്യക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ചുണക്കുട്ടികൾ എന്നാണ്. ആണില്ലാതെ ജീവിക്കാമെന്ന് എത്ര കാലം പൊതുസമൂഹവും സെലിബ്രിറ്റികളും പലപ്പോഴും കോടതികളും ഭരണകൂടവുമെല്ലാം വലിയ സംഭവമായി ഉയർത്തിക്കാണിക്കുന്ന ഈ വൃത്തികേട് ആണും തമ്മിൽ കുടുംബജീവിതം നയിക്കുന്നു, പെണ്ണും തമ്മിൽ കുടുംബജീവിതം നയിക്കുന്നു. അതൊരു മഹത്തായ കർമ്മമാണെങ്കിൽ കേരളത്തിലെ എല്ലാ മനുഷ്യരും അതങ്ങട് അനുഷ്ഠിച്ചു തുടങ്ങിയാൽ അടുത്ത തലമുറ കേരളത്തിൽ ശൂന്യമായിരിക്കും. പിന്നെ എങ്ങനെയാണ് പ്രകൃതിപരാവൽ? പിന്നെ എങ്ങനെയാണത് പ്രകൃതിപരമാവൽ? അതാണ് പ്രകൃതിപരം എന്ന രീതിയിലുള്ള കള്ള സ്യൂഡോ സയൻസിൻ്റെ കണക്കുകൾ പോലുണ്ട്. അതാണ് പ്രകൃതിപരം. ആണിനോടൊപ്പം പെണ്ണിനോടൊപ്പം ജീവിക്കൽ, അതാണ് പ്രകൃതിപരം. അതിൻ്റെ സയൻറ്റിഫിക്കായ വിശദീകരണങ്ങൾക്ക് ഈ സദസ്സ് പര്യാപ്തമല്ല. ഒറ്റക്കാര്യം മാത്രം ആലോചിക്കുക. ഇതാണ് പ്രകൃതിപരമെങ്കിൽ എല്ലാവരും അതനുഷ്ഠിച്ചാൽ, മതത്തിൻ്റെ വിലക്കുകൾ മാറ്റിവെച്ച് എല്ലാവരും ആണിനോടൊപ്പവും പെണ്ണിനോടൊപ്പവും ജീവിച്ചാൽ ഒരൊറ്റ തലമുറയോടുകൂടെ മനുഷ്യവർഗം ലോകത്തിൽ നിന്നില്ലാതാവൂലേ? പിന്നെ എങ്ങനെ ഇത് പ്രകൃതിപരമാവൽ? എത്രയെത്ര മാരകമായ രോഗങ്ങൾ ഇതുവഴി രൂപപ്പെടുന്നു. എത്രയെത്ര മാരകമായ രോഗങ്ങൾ. 10 വർഷം നീണ്ടു നിൽക്കുന്ന മരണമാണ് എയ്ഡ്സ് രോഗിക്കുള്ളത്. ക്യാൻസർ പിടിച്ചാൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് മാസം കൊണ്ട് അവസാനിച്ചു കിട്ടും. അറ്റാക്ക് വന്നാൽ 1 സെക്കൻഡ് മതി. എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെട്ടാൽ 10 വർഷം നീണ്ടു നിൽക്കുന്ന മരണം. നിരന്തരമായി പാൻഡമിക് രോഗങ്ങൾ ആക്രമിച്ചു കൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത്. എന്നിട്ട് നിരന്തരമായി ചുമച്ച് വളഞ്ഞ് പിന്നെയും ചുമച്ച് ശ്വാസം കിട്ടാതെയായി നരകതുല്യമായ ജീവിതം 10 വർഷം. ലോകത്താദ്യമായി എയ്ഡ്സ് വന്നത് എവിടെയാണ്? അമേരിക്കയിൽ 5 ഗേകളിൽ. ഗേ എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ആണും ഒന്നിച്ച് ജീവിക്കുന്നവർ. നിലവിലുള്ള അമേരിക്കയിലെ എയ്ഡ്സ് രോഗികളിൽ 70% ഗേകളിൽ നിന്നും ലെസ്ബിയൻസിൽ നിന്നും വരുന്നതാണ്. ബാക്കി 30% നല്ലതായിട്ട് ജീവിക്കുന്നവരിൽ നിന്ന് വരുന്നില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. അമേരിക്കയിൽ ഗേ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തവർ 2% മാത്രമാണ്. നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അമേരിക്കയിൽ ഞങ്ങൾ ഗേകളാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ ആണും ചേർന്ന് ജീവിക്കണവരാണ് എന്ന് ഗവൺമെൻറ്റിന് കണക്ക് കൊടുത്തവർ 2%. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ ജനതയിലെ 2% നിന്ന് വരുന്നു. ആകെ മൊത്തം എയ്ഡ്സ് രോഗികളിൽ 70%-ലേറെയും. ലോകത്താദ്യമായി എയ്ഡ്സ് പ്രത്യക്ഷപ്പെട്ടത് ഗേകളിലാണ്. വേറെ രോഗം നമ്മുടെ കേരളത്തിലും വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, മങ്കി പോക്സ്, കുരങ്ങ് വസൂരി.
വലിയ കുമിളകൾ ഉണ്ടാവുക. ഈ ടച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ വലിയ വലിയ കുമിളകൾ ഉണ്ടാവുക, കൈയിൻ്റെ ഉള്ളിലും കാലിൻ്റെ ഉള്ളിലുമൊക്കെ. അത് വീർത്ത് പൊട്ടുക, ആൾ മരിച്ചു പോവുക. കേരളത്തിലും കൊച്ചിയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ സാധനം പിടികൂടിയ 16 രാഷ്ട്രങ്ങളുടെ കണക്ക് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടു. എന്നെ ശ്രവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എല്ലാ യുവാക്കളും കേൾക്കണം. ഇതൊന്നൊരു വിഷയമല്ലെന്നും പറഞ്ഞിട്ട് വ്യാപകമായി അതിനുള്ള പ്രോത്സാഹനങ്ങളിൽ പ്രലോഭിതരാകുന്നവർ കേൾക്കണം. കേരളത്തിൽ ഈയിടെ ഇറങ്ങിയ പ്രധാനപ്പെട്ട ഒരു നടൻ അഭിനയിച്ച സിനിമ ഗേ ജീവിതത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായി കേരളത്തിൽ. കാതൽ എന്നാണ് സിനിമയുടെ പേര്, തമിഴിൽ പ്രേമം എന്നർത്ഥം. കേരളത്തിലെ പ്രമുഖനായ നടൻ അഭിനയിച്ചു. അദ്ദേഹം പലർക്കും മാതൃകയാണ്. ആ മനുഷ്യൻ അഭിനയിച്ച ആ സിനിമയുടെ പ്രധാന പ്രമേയം ആണും ആണും തമ്മിൽ എങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു. അത്രേ വിവാദങ്ങളുണ്ടായി. ചില ക്രിസ്ത്യൻ സഭകളൊക്കെ അതിനെതിരെ സമരം തുടങ്ങി. എന്തുകൊണ്ടാണ്? ആ സിനിമയിലെ നായകനാകുന്ന ഈ നടൻ്റെ സിനിമയിലെ പേര് ഒരു ക്രിസ്ത്യൻ പേരായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതിന് അർഹത ഉണ്ടവർക്ക് എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇവിടെ മരണപ്പെട്ട മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം ആണും ആണും തമ്മിലുള്ള വിവാഹത്തിനും പെണ്ണും പെണ്ണും തമ്മിലുള്ള വിവാഹത്തിനും എല്ലാ മഹല്ല് കമ്മിറ്റിയിലെയും ഉസ്താദുമാർ പോകണമെന്നും അവർക്ക് ദ്വാരം കൊടുക്കണമെന്നും കുർബാന നടത്തണം എന്നൊക്കെ ഫത്വ ഇറക്കിയ ആളാണ്. മുസ്ലിം മഹല്ലല്ല, അവരുടെ ഇടവകയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് അതിനെതിരെ സംസാരിക്കാൻ പറ്റില്ലേ എന്നുള്ളത് ധാർമ്മികമായ വിഷയമൊന്നുമല്ല ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യണത്. ആ മനുഷ്യനിൽ പ്രലോഭിതരായിട്ട് കുറേ എണ്ണം ഗേ ജീവിതം തിരഞ്ഞെടുക്കാൻ പോണു. പെണ്ണും പെണ്ണും തമ്മിലുള്ള ജീവിതത്തെക്കുറിച്ച് കുറേ സിനിമകൾ ഇറങ്ങിയത്രേ. ഇതൊക്കെ കണ്ട് ഇതാണ് തിരക്കടില്ലാത്തൊരു സംഗതി, ബാധ്യതകളൊന്നുമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുകയും ചെയ്യും എന്ന് തെറ്റിദ്ധരിച്ച ഏതെങ്കിലും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയണം, 16 രാഷ്ട്രങ്ങളിൽ മങ്കി പോക്സ് പിടിച്ചതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായ ലോകാരോഗ്യ സംഘടനയുടെ പഠനത്തിൽ 98% ഗേകളായിരുന്നു, അല്ലെങ്കിൽ ബൈസെക്ഷലുകളായിരുന്നു എന്നാണ്. എങ്ങനെ ഇത് പ്രകൃതിപരാകൽ? എങ്ങനെയാണിത് പ്രകൃതിപരമാവൽ? IPC 377 എന്ന് പറയുന്ന നല്ലൊരു നിയമം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ടായിരുന്നു. 4 വർഷം മുന്നേ സുപ്രീം കോടതി അത് ഒഴിവാക്കി. എന്തായിരുന്നു IPC 377 പ്രത്യേകത? വ്യഭിചാരം പാടില്ലെന്ന്, ഗേകളും ലെസ്ബിയൻസുമായി ജീവിക്കാൻ പാടില്ലെന്ന് ധാർമ്മിക ചട്ടക്കൂടുകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു നിയമമായിരുന്നു അത്. ഇവരുടെയൊക്കെ കൂടെ സമരം കൊണ്ട് LGBTQI ആക്ടിവിസ്റ്റുകൾ എന്ന പേരിൽ കേരളത്തിലൊക്കെ വ്യാപിച്ചു വരുന്ന കുറേ ഒരു ടീമുണ്ട്. വൃത്തികെട്ട ടീം. ഈ പറഞ്ഞ ടീം ആണ് പെണ്ണായി മാറുന്നത്, പെണ്ണാണായി മാറുന്നത്, അതിന് സർജറി നടത്തുന്നത്, അതിനുവേണ്ടി നിർബന്ധിത പിരിവ് നടത്തുന്നത്. ഈ ടീമിൻ്റെയൊക്കെ സമ്മർദ്ദം കൊണ്ട് IPC 377 എടുത്തു മാറ്റി.